ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. റീനീറ്റ് എക്സാം 21-ാം തീയതി ഞായറാഴ്ച കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ ടഫായിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ് ഇത്തവണയും നമുക്ക് 2026-ൽ വന്നിട്ടുള്ളത്. ഒരു JEE ലെവലിലുള്ള ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് കുട്ടികള് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. നമ്മളെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ പറയുന്ന ഇവാലുവേഷൻ എങ്ങനെയാണ്, എത്രത്തോളം മാർക്ക് കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് നോക്കി കഴിഞ്ഞപ്പോ അധ്യാപകർക്ക് തന്നെ ആ പേപ്പർ ചെയ്തു തീർക്കാനായിട്ട് ലെങ്തിയർ പീരീഡ് ഓഫ് ടൈം വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇന്ന് ക്വിക്കായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഏറ്റവും കൂടുതൽ മാർക്കിന് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് മെക്കാനിക്സ്, കറന്റ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മോഡേൺ ഫിസിക്സ്, തെർമോഡൈനാമിക്സ്, മാഗ്നറ്റിസം, ഒപ്റ്റിക്സ്, ഇതൊക്കെയായിരുന്നു നമുക്ക് ഒരു JEE ലെവലില് ഈ ഒരു എക്സാം പേപ്പർ വന്നത് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിനെ കുറിച്ച് പറഞ്ഞത് ഒരു ലെങ്തി ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ മൾട്ടി കോൺസെപ്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, ഹയർ കാൽക്കുലേഷൻ റിക്വയർമെന്റ്സ്, ഈ 3 കാര്യങ്ങളാണ് ഫിസിക്സിനെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പറാക്കി മാറ്റിയിട്ടുള്ളത്. കെമിസ്ട്രി അതുപോലെ തന്നെ നമുക്ക് ഒരു കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിക്ക് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ഫിസിക്സിനാണ് നമ്മൾ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ പ്രാവശ്യം അവർ മാറ്റി പിടിച്ചു, കെമിസ്ട്രിയിലും കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മേജർ ടോപ്പിക്സ് കവേർഡ് എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, കെമിക്കൽ ബോണ്ടിങ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു JEE ലെവലിലാണ് ഇനിയുള്ള കാലഘട്ടത്തില് ഫിസിക്സും നമ്മൾ പ്രിപ്പയർ ചെയ്യണ്ടേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് തരാം. നമ്മൾ ബയോളജിയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നൊമ്പരത്തിൽ സാന്ത്വനം എന്ന് പറയുന്ന പോലെ കുറച്ച് അല്പമെങ്കിലും ഒരു ആശ്വാസം വരുന്നത് ബയോളജിയാണ്. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആസ്ക്ഡ് എന്ന് പറയുന്നത് ജെനറ്റിക്സ്, ഹ്യൂമൻ ഫിസിയോളജി, ഇക്കോളജി, ബയോടെക്നോളജി, റീപ്രൊഡക്ഷൻ, പ്ലാന്റ് ഫിസിയോളജി ആൻഡ് സെൽ ബയോളജി. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് അധ്യാപകരുടെ ഗ്രൂപ്പ് വളരെയധികം സമയം എടുത്താണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 180 ക്വസ്റ്റ്യൻസില് 20 ക്വസ്റ്റ്യൻ നമുക്ക് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലെവൽ 3ക്ക് മുകളിൽ തന്നെ പിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു 20 ചോദ്യങ്ങള് ആൻസർ ചെയ്യുന്നതിലാണ് ആ ഒരു പോയിന്റ് ഓഫ് ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഗസ് എന്ന് പറയുന്നത് 720-ല് 700 മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിക്ക് 720 മാർക്കില് ഒരു 695ന്റെ ബിലോ 692 എന്നൊക്കെയുള്ള ഒരു മാർക്കാണ് വരാനായിട്ടുള്ള സാധ്യത. ഈവൻ ദോ നമ്മള് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് എന്ന് പറയുന്നത് 720-ൽ കുറഞ്ഞാൽ പോലും റാങ്കിനെ അത് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തായാലും പരീക്ഷ കഴിഞ്ഞു, നമുക്കിനി വിത്തിൻ 3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോകുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെന്റലായിട്ട് നമ്മളെ മൈൻഡ് ക്ലിയർ ആവുക, മെന്റലി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സജഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് കൗൺസിലിംഗ്, ഹയർ എഡ്യൂക്കേഷൻ ലെവലില് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിക്കാം. കോൾ ചെയ്യേണ്ട നമ്പർ ഇതാണ് 9188 142 143. ഓക്കെ ദെൻ, ഹാപ്പി ലേണിംഗ്, ബൈ.